വാർത്തകളിൽ എപ്പോഴും ഇടം നേടാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയും അവസാനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെ വലിയ രീതിയിൽ തലവേദനയായി മാറുകയും ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ വലിയ രീതിയിൽ തലവേദനയായി മാറുകയും ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് തന്നെ വലിയ രീതിയിൽ തലവേദനയായി മാറുകയും ചെയ്യുമ്പോൾ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുമ്പോഴാണ് ഗണേഷ് കുമാർ കൊണ്ടുവന്ന ആ നിയമങ്ങളെല്ലാം തന്നെ മാറ്റുന്നത്. അങ്ങനെ വലിയ രീതിയിൽ വിവാദത്തിലൊക്കെ പെടുകയും ചെയ്യാറാണ് പതിവ്. ഗണേഷ് കുമാറിന്റെ താല്പര്യം എന്നും എപ്പോഴും വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അത് പത്രങ്ങളിലായാലും TV-യിലായാലും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഗണേഷ് കുമാറിന്റെ വാർത്ത തന്നെ എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ പോയാൽ ഗണേഷ് കുമാറിന് സന്തോഷം എന്നതാണ് ഗണേഷ് കുമാറിന്റെ ഒരു രീതി. പുതിയ ബസ്സുകൾ ഇറക്കുന്ന സമയത്തും ഗണേഷ് കുമാർ തന്നെ ബസ്സൊക്കെ ഓടിക്കും. പക്ഷേ ഗണേഷ് കുമാറിന് ഒരു പ്രത്യേക നിയമമാണ്. കാരണം സാധാരണഗതിയിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതൊന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അതൊക്കെ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റും എന്നാണ് പൊതുവെയുള്ള നിയമം. പക്ഷേ വാഹനം ഓടിക്കുന്ന സമയത്ത് ഗണേഷ് കുമാറിന് മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകാം, മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാം. റോഡിൽ കൂടെ നോക്കി ഓടിക്കണമെന്നില്ല, ക്യാമറ കൂടെ നോക്കിയാൽ മതി. അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേകതരം നിയമം ഗണേഷ് കുമാറിന് മാത്രമേ ഉള്ളൂ, സാധാരണ ജനങ്ങൾക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ ഈ ഓഫീസിലേക്ക് ഇരുന്നുകൊണ്ട് റീൽ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനുമാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. നിലവിൽ കെ.ബി. ഗണേഷ് കുമാറിന്റെ ലൈസൻസ് ഇനി ഒരു വിലയും ഇല്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഗതാഗത മന്ത്രിയുടെ ലൈസൻസ് അസാധു ചെയ്യാനുള്ള അല്ലെങ്കിൽ റദ്ദാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടങ്ങാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നതാണ് സാധ്യത. അങ്ങനെ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഒരു ഉത്തരവ് ഇറക്കേണ്ടി വരും എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ മന്ത്രി തന്നെ അതിൽ ഒപ്പിടുകയും ചെയ്യും. അതൊരു ചരിത്ര നിമിഷമായി മാറും. അത് കേരളം സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമെന്നത് മറ്റൊരു കാര്യം. സംസ്ഥാനത്തെ ഗതാഗത നിയമങ്ങൾ കർശനമാക്കാനും ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ പരിഷ്കാരം കൊണ്ടുവരാനും മുൻകൈയെടുത്ത ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെ ഇപ്പോൾ നിയമക്കുരുക്കിലേക്ക് പെട്ടിരിക്കുകയാണ്. 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പേ മോട്ടോർ വാഹന വകുപ്പ് മന്ത്രിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. മന്ത്രി ആയതുകൊണ്ട് എന്തായാലും കെ.ബി. ഗണേഷ് കുമാറിന്റെ ലൈസൻസ് ഒന്നും റദ്ദാക്കാൻ പോകുന്നില്ല. അങ്ങനെ റദ്ദാക്കിയാൽ ചിലപ്പോൾ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും കാട്ടുകളിൽ ചെന്ന്, ഏതെങ്കിലും ഉൾക്കാട്ടിൽ ചെന്ന് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം ട്രാൻസ്ഫർ അടിച്ചും കിട്ടുവരും. അപ്പോൾ എന്തായാലും ഒരു പിഴയെങ്കിലും ഈടാക്കിയില്ലെങ്കിൽ അത് പിന്നെ സാധാരണക്കാരും ഒരു മന്ത്രിയും തമ്മിൽ അവർക്ക് രണ്ട് നിയമമുണ്ട് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് മിനിമം ഒരു പിഴയെങ്കിലും ഈടാക്കണം. പിന്നെ ഗണേഷ് കുമാറിന്റെ ലൈസൻസ് റദ്ദ് ചെയ്താൽ അതൊരു ചരിത്രപരമായി ജനങ്ങൾ തന്നെ മോട്ടോർ വാഹന വകുപ്പിനെ സല്യൂട്ട് അടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. മോട്ടോർ വാഹന വകുപ്പിന്റെ കൈവശമുള്ള രേഖകൾ പ്രകാരം ഗണേഷ് കുമാറിന്റെ ജനന തീയതി 1966 മെയ് 25 എന്നാൽ അദ്ദേഹത്തിന് ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത് 1984 ഫെബ്രുവരി 13. ലൈസൻസ് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 17 വയസ്സും 8 മാസവും മാത്രമായിരുന്നു. തിരുവനന്തപുരം RT ഓഫീസിൽ നിന്നാണ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നിയമസഭാ രേഖകളിലും ഇതേ ജനന തീയതി തന്നെയാണ് മന്ത്രി നൽകിയിട്ടുള്ളത്. ആ ഒരു കാര്യമാണ് ഗൗരവം ഏറ്റവും കൂടുതലായി വർദ്ധിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രധാന തെളിവ്. ഇന്ത്യൻ മോട്ടോർ വാഹന നിയമപ്രകാരം ഗിയറുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിനും ലൈസൻസ് ലഭിക്കുന്നതിനും കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ലൈസൻസ് നൽകിയത് ഗുരുതരമായ ചട്ടലംഘനമാണ്. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി പലതവണ ലൈസൻസ് പുതുക്കി നൽകിയിട്ടും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ജനന തീയതിയും ലൈസൻസ് നൽകിയ തീയതിയും തമ്മിലുള്ള വൈരുദ്ധ്യം പരിശോധിച്ചിട്ടില്ലേ എന്ന ഒരു വലിയൊരു വീഴ്ചയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇതൊന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടില്ലേ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മന്ത്രിയായ ശേഷം 2024 നവംബർ 4 അദ്ദേഹം അവസാനമായി ലൈസൻസ് പുതുക്കിയത്. സെക്രട്ടേറിയറ്റിലെ അഡ്രസ്സാണ് ഇതിനായി നൽകിയിരിക്കുന്നത്. നിലവിൽ ചട്ടങ്ങൾ അനുസരിച്ച് നിയമപരമായ പ്രായം പൂർത്തിയാകുന്നതിന് മുമ്പാണ് ലൈസൻസ് നേടിയതെന്ന് കണ്ടെത്തിയാൽ ആ ലൈസൻസ് റദ്ദാക്കേണ്ടതുണ്ട്. ലൈസൻസ് റദ്ദാക്കുന്നതിന് മുന്നോടിയായി ബന്ധപ്പെട്ട വ്യക്തിക്ക് വിശദീകരണം നൽകാൻ നോട്ടീസ് നൽകണം. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ലൈസൻസ് അസാധുവാക്കാം.
ഡ്രൈവിംഗ് പരിഷ്കാരങ്ങളിലും റോഡ് സുരക്ഷാ നിയമങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന മന്ത്രി തന്നെ ഇത്തരം ഒരു വിവാദത്തിൽ അകപ്പെട്ടത് സർക്കാരിനും ഗതാഗത വകുപ്പിനും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ലൈസൻസ് ലഭിച്ച സമയത്തെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണോ അതോ സ്വാധീനം ഉപയോഗിച്ച് നേടിയതാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ടെങ്കിലും സാങ്കേതികമായി ഈ ലൈസൻസ് നിലനിൽക്കുമോ എന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം.